സോഫ്റ്റ്വെയർ പ്രോഗ്രാം ബോട്ടുകൾ ഉപയോഗിച്ചുള്ള വിസ നടപടികൾക്ക് പൂട്ടിട്ടിരിക്കുകയാണ് US ഇപ്പോൾ. 2000 അപേക്ഷകൾ നിലവിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഇന്ത്യയിലെ അമേരിക്കൻ എംബസി വ്യക്തമാക്കുന്നത്. വിസ തട്ടിപ്പുകൾ കൂടി വരുന്ന സാഹചര്യം മുന്നിൽ കണ്ടാണ് അവർ നടപടികൾ എടുത്തു പോരുന്നത്. നിലവിൽ ഏജൻസികൾ മുഖേന എടുത്ത അപ്പോയിൻമെൻറ്റുകൾക്കാണ് നടപടികൾ ബാധകമാകുന്നത്. ഇതോടെ ഏജൻറ്റ് മുഖേന ഡേറ്റ് ലഭിച്ചവർ പ്രതിസന്ധിയിലാകുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബോട്ടുകൾ ഉപയോഗിച്ച് അപ്പോയിൻമെൻറ്റുകൾ ബ്ലോക്കാക്കി വയ്ക്കുന്നതും ഇതേ സമയം തന്നെ ചില ഏജൻറ്റുമാരെ സമീപിക്കുമ്പോൾ ഡേറ്റിനായി 30,000 മുതൽ 35,000 വരെ തുക ഫീസായി നൽകേണ്ടി വരും. എന്നാൽ അത്ഭുതം അതല്ല. അപേക്ഷകർ സ്വന്തം നിലയിൽ കണക്കാക്കുന്ന ഡേറ്റിന് അപേക്ഷിച്ചാൽ സ്ലോട്ടുകൾ കാണുക പോലുമില്ല. ഇങ്ങനെ വരുമ്പോൾ മറ്റ് ഡേറ്റിനായി പലരും ഏജൻറ്റിനെ സമീപിക്കുന്നത്. ഇങ്ങനെ എത്തുന്നവർക്ക് അതേ ഡേറ്റ് തന്നെ ലഭിക്കുന്നു. ഏജൻറ്റുമാരുടെ ഇത്തരം തട്ടിപ്പ് പരിപാടികൾക്ക് തടയിടുന്നതിനാണ് US നടപടികൾ വേഗത്തിലാക്കുന്നത്. ബോട്ടുകൾക്കെതിരായ കർശന നടപടിയോടെ വിസ അപേക്ഷയിലെ തടസ്സം കുറയ്ക്കുകയും വിസ കാത്തിരിപ്പിന് കാലയളവ് കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ കോൺസുലർ ടീമിൻ്റെ ഷെഡ്യൂളിംഗ് നയങ്ങൾ ലംഘിച്ച ഏകദേശം 2000 വരുന്ന വിസ അപ്പോയിൻമെൻറ്റുകൾ നടത്തിയ വ്യക്തികളെ തിരിച്ചറിഞ്ഞു. ഇവരുടെ അപ്പോയിൻമെൻറ്റുകൾ റദ്ദാക്കുകയും അനുബന്ധ അക്കൗണ്ടുകളുടെ ഷെഡ്യൂളിംഗ് അടക്കം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്യുന്നു. തട്ടിപ്പ് വിരുദ്ധ ശ്രമങ്ങൾ ഞങ്ങൾ തുടരും. വഞ്ചനയോട് ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നും എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ചില ഏജൻറ്റുമാരും അപേക്ഷകരും ഇന്ത്യയിൽ വിസ തട്ടിപ്പ് നടത്തിയതിന് കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. US എംബസി നൽകിയ സൂചനയിലായിരുന്നു പോലീസിൻ്റെ നടപടി. വിസ തട്ടിപ്പ് റാക്കറ്റ് നടത്തിയതായി ആരോപിച്ച് 31 വ്യക്തികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ ഏജൻറ്റുമാർ വ്യാജരേഖ സമർപ്പിച്ചതായും അപേക്ഷകർക്ക് US വിസ ഉറപ്പാക്കാൻ തെറ്റായ വിവരങ്ങൾ നൽകിയതായും ആരോപിച്ചിരുന്നു. ഇവരിൽ നിന്നും ഏജൻറ്റുമാർ 1 ലക്ഷം മുതൽ 15 ലക്ഷം വരെ ഫീസ് ഈടാക്കിയെന്നും വ്യക്തമാക്കിയിരുന്നു. പുതിയ തീരുമാനത്തിൽ ബോട്ട് ഉപയോഗിച്ച് ചെയ്യുന്ന പരിപാടി ഇതിന് വേണ്ടെന്നാണ് തീരുമാനം. അമേരിക്കൻ വിസ നയങ്ങളിൽ എടുത്തു പോരുന്ന തീരുമാനങ്ങൾ അനുസരിച്ച് ഗ്രീൻ കാർഡ് ലഭ്യമാക്കുന്നതടക്കം മാറ്റങ്ങൾ വന്നിരുന്നു. ട്രംപിൻ്റെ തീരുമാനമനുസരിച്ച് പുതുക്കിയ നടപടികൾ ഹോംലാൻഡ് സെക്യൂരിറ്റി പുറത്തിറക്കിയിരിക്കുന്നു. അതേസമയം വൻതുക ഫീസ് ആവശ്യപ്പെട്ട് വിസ അപേക്ഷകളിൽ കൃത്രിമം കാണിക്കുകയും വ്യാജരേഖകൾ സമർപ്പിക്കുകയും ചെയ്യുന്ന നിരവധി പാസ്പോർട്ട് ഏജൻറ്റുമാർ നിരീക്ഷണത്തിലാണ്. വിസ അപേക്ഷകളിൽ സുതാര്യത ഉറപ്പാക്കാൻ അധികാരികൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ അത്തരം വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതിൻ്റെയും നിയമപരമായി നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതിൻ്റെയും പ്രാധാന്യമാണ് ഈ സംഭവവികാസങ്ങൾ എടുത്തു കാണിക്കുന്നത്. അപേക്ഷകർ നിയമാനുസൃതമായി മാർഗങ്ങൾ ഉപയോഗിക്കാനും സംശയാസ്പദമായ മാർഗങ്ങളിലൂടെ വേഗത്തിലുള്ള സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ചില ഇടനിലക്കാരെ ഒഴിവാക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്.